കർണാടക സംസ്ഥാനത്തിലെ ചിക്കാബെല്ലാപൂരിൽ സ്ഥിതി ചെയ്യുന്ന ആദി ശിവയോഗിയുടെ ശിവരൂപമാണിതാ നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇതേപോലെ ഒരു രൂപം നമ്മുടെ കോയമ്പത്തൂരിലും ഉണ്ട്, ഇഷായോഗിയുടേത്. അത്രയും വലിപ്പത്തിലും അത്രയും ശിവത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലെത്തുന്ന വലിയൊരു ശിവരൂപം തന്നെയാണ് നമ്മുടെ കർണാടകത്തിലും സ്ഥിതി ചെയ്യുന്നത്. നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഈ ഒരു രൂപം കാണാനും അല്ലെങ്കിൽ അതിലൊന്ന് തൊടാനും വേണ്ടി ഇവിടെ എത്തുന്നത്. ഇതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതാ ഈ കിടക്കുന്ന രുദ്രാക്ഷമാലയാണ്. ഒരുപാട് രുദ്രാക്ഷങ്ങൾ ചേർന്ന് ആ ശിവരൂപത്തിന് പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മാല തന്നെ അവർ തീർത്തിട്ടിട്ടുണ്ട്. ഭക്തി നിർഭരമായ ഒരു കാഴ്ച കൂടിയാണിത്. ഒപ്പം മഹാ അത്ഭുതം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ എന്താ അല്ലേ. ചുറ്റും മലനിരകളും ഒരു നീലാകാശവും അതിൻ്റെ ഒത്ത നടുക്ക് നമ്മുടെ ശിവഭഗവാനും ഇങ്ങനെ ആകാശം മുട്ട നിൽക്കണ ഒരു കാഴ്ച. ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ പറഞ്ഞ ഈ കാഴ്ചകളൊക്കെ മനസ്സിലോട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ കണ്ണ് തുറക്കാൻ പോവുകയാണ്. ഇനി ഒന്ന് കണ്ണ് തുറന്നേ. അതെ, ദാ ഈ ഒരു രൂപം എങ്ങനെയുണ്ട്? ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മൾ കോയമ്പത്തൂരൊക്കെ പോകുമ്പം അവിടെ ധ്യാനിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കർണാടക സംസ്ഥാനവും നമുക്ക് അതിനു വേണ്ടിയുള്ളൊരു സജ്ജീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം, ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം. പക്ഷേ എല്ലാത്തിനും അപ്പുറം ഈശ്വരനെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതൊരു പുണ്യ സ്ഥലത്തെത്തുന്ന ആ ഒരു അനുഭൂതി തന്നെയാണ്. പകൽ സമയത്ത് പ്രകൃതി നമുക്ക് ഈ കാഴ്ചകളേകാൻ ഒരുപാട് വെളിച്ചം തരുന്നു. അപ്പം രാത്രിയിൽ എങ്ങനെയാ ഭഗവാനെ നമ്മൾ കാണുക? ആ ഒരു ഭയവും വിഷമവും ഒന്നും വേണ്ട കേട്ടോ. മനുഷ്യനിർമ്മിതമായ ലേസർ ഷോ തന്നെയാണ് ഇനി ഭഗവാനെ ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്. ഇതിലേക്ക് വർണ്ണാഭമായ ഒരു കാഴ്ച. വൺ, Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown.
When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi.